ഹലോ, വീണ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഒരു ബീഫ് റോസ്റ്റാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ 1 കിലോ ബീഫിലേക്ക് നമ്മളിതാ 1.5 സബോള നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലയുടെ പൊടി, അതേപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഇടുന്നത് മുളക് പൊടിയാണ് കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 2 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതാ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്, ബീഫിലേക്ക് കുറച്ച് കൂടുതൽ വേണം. 2 സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇതാ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം 1/2 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണോളം ഉലുവയുടെ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഉലുവ മുഴുവനായിട്ടുള്ളത് ഇടാം, ഞാൻ മുഴുവനായിട്ടുള്ളതാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ജീരകപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കറി ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറി ലീഫ് നല്ലതാണ്, ഞാൻ കുറച്ച് കൂടുതൽ ഇടാറുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് കൈ വെച്ച് നന്നായി തിരുമ്പിയെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ തിരുമ്പിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അതേപോലെ തന്നെ ഇതാ 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അധികം ഒഴിക്കേണ്ട, കാരണം ബീഫിൽ വെള്ളം വരും. അത് കഴിഞ്ഞത് വിസിലിട്ടിട്ട് നമുക്കൊരു 5 വിസിൽ മതി. 5 വിസിലടിച്ചിട്ട് നിങ്ങൾ വേവുണ്ടോ നോക്കി നോക്കുക. എനിക്ക് 5 വിസിൽ മതിയായിരുന്നു. അത് കഴിഞ്ഞത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിന് ഗ്രേവി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അടുത്തത് ഒരു കടായി വെച്ചിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓൾ സ്പൈസസ് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു സബോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വലിയൊരു മീഡിയം സൈസ് സബോള. അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. അതേപോലെ തന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കൂടരുത് കേട്ടോ, ബീഫിൽ നമ്മൾ ഉപ്പിട്ടതാണ്. ഉപ്പ് നോക്കിയിട്ടിടുക. ഞാൻ ഒരു പിടിയോളം കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറി ലീഫ് ഏറ്റവും നല്ലതാണ് കേട്ടോ ടേസ്റ്റിന്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം, ഒരു പച്ചമണക്കൊന്ന് മാറി വരണം. അത് കഴിഞ്ഞ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന പൊടികൾ തന്നെയാണ്. അത് ഞാൻ കുറച്ചും കൂടിയും ഇതിലേക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന മസാലപ്പൊടികൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. അധികം പഴുക്കാത്ത തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, കാരണം ഒരു ചെറിയ പുളിയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണമെന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും കറി മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചും കൂടി ഒഴിച്ച് തിക്കാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഡിന്നർ ടൈമാണ്. പത്തിരിയാണ് എടുത്തിരിക്കുന്നത്.